السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ വളരെ വേറിട്ട അയ്യാമു തശ്രീഖിന്റെ ലാസ്റ്റ് രാവാണ് ദുൽഹിജ്ജ 13ന്റെ രാവ്. ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പോരിശ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. ആ പോരിശകൾ മുഴുവനും നമ്മൾ നേടാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുള്ളൊരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ രാവോടുകൂടെ ദുൽഹിജ്ജയുടെ 13 അയ്യാമു തശ്രീഖിന്റെ ലാസ്റ്റ് ഡേ കയറി വന്നിരിക്കുകയാണ്. നാളെ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന്റെ ലാസ്റ്റ് ദിവസം. നാളത്തെ അസർ തീരുന്നതോടുകൂടെ നമ്മൾ നിസ്കാര ശേഷം ഫർള് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന 3 തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീർ അവസാനിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പായിട്ട്, നാളത്തെ മഗ്‌രിബിന് മുമ്പായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും. അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീർ ഇല്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ബലിപെരുന്നാളിന്റെ തക്ബീറുകൾ എമ്പാടും ചൊല്ലാൻ അല്ലാഹു ആയുരാരോഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം മുഹറമായ മാസമാണ്, വലിയ കൂലി കിട്ടുന്ന മാസമാണ്. ഈ മാസത്തിലെ സുന്നത്ത് നോമ്പുകൾ അവസാനിച്ചിട്ടില്ല. എല്ലാ മാസവും ഉണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ പിടിച്ചിരുന്ന സ്വഹാബത്തിന് പ്രത്യേകം വസിയത്ത് ചെയ്ത നോമ്പുണ്ടല്ലോ, അയ്യാമുൽ ബീദിന്റെ നോമ്പ്. അത് സാധാരണ എല്ലാ മാസവും അറബി മാസം 13, 14, 15 അങ്ങനെയാണ് വരാറ്. ഇപ്പൊ നമ്മൾക്ക് 13 നോമ്പ് ഹറാമായ അയ്യാമു തശ്രീഖിന്റെ ദിവസമാണ്, അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ ഉള്ളത് 14, 15 അതായത് വെള്ളി ശനി. മഹാന്മാർ പറയുന്നുണ്ട്, ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ദുൽഹിജ്ജ 16 കൂടെ. അപ്പോ 14, 15, 16 നമ്മുടെ മുന്നിൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ അയ്യാമുൽ ബീദിന്റെ സുന്നത്തോമ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ നെയ്യത്തിൽ അയ്യാമുൽ ബീദിന്റെ സുന്നത്തോമ്പ് ഞാൻ നാളെ അനുഷ്ഠിക്കാൻ കരുതി എന്നുള്ള നെയ്യത്തിൽ ഫർദ് ഖളാ ഉണ്ടെങ്കിൽ അതോടെ ചേർത്തുകൊണ്ട് നമുക്ക് വെള്ളി, ശനി, ഞായർ നോമ്പ് പിടിക്കാവുന്നതാണ്. വലിയ പോരിശുള്ള നോമ്പാണ്. അതുകൊണ്ട് അതുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിജയം നൽകട്ടെ. ഇന്ന് പോരിശേറിയ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ പാരായണം ആദ്യമായിട്ട് നമ്മൾ നടത്താണ്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലുക. بسم الله الرحمن الرحيم والفجر وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي
فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله مولانا العظيم. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് ആലു ഇംറാനിന്റെ 96, 97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. എന്തതിന്റെ മഹത്വം? പലപ്പോഴും നമ്മൾ അതിന്റെ മഹത്വം മറന്നുപോവാണ്. അതിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ സൂറത്തിലൂടെ പറയുന്ന ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പണി കഴിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്, പരിശുദ്ധമായ ഹറമിന്റെ മണ്ണ്, ആ മണ്ണിന്റെയും ആ കഅബ മന്ദിരത്തിന്റെയും മഹത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഅബ മന്ദിരത്തിലേക്ക് ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പോകാനുള്ള വഴി തുറന്നു തരും. ഒന്നുമില്ലാത്ത സാധുക്കളാണെങ്കിലും അള്ളാഹു അവസരം നൽകും. അപ്പോൾ അള്ളാഹുവെ പടച്ചോനെ, എനിക്ക് ഈ പരിശുദ്ധമായ കഅബയുടെ മണ്ണിൽ പോയി ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ എന്ന് ഇതോടൊപ്പം കൽബിലൊരു തേട്ടം, ദുആഇന്റെ തേട്ടം വേണം. അപ്പോൾ അള്ളാഹു പെട്ടെന്ന് അവസരം തരും. ഇനി ഹജ്ജ് ചെയ്തവരാണെങ്കിലോ, പടച്ചോനെ ഞാൻ ചെയ്ത ഹജ്ജ് മഖ്ബൂലാകണം, അത് മബ്റൂറാകണം, കൂലി മുഴുവനായിട്ട് എനിക്ക് വേണം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന തേട്ടമുണ്ടാകണം. അപ്പോൾ അവർക്കും ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈറ് കിട്ടുന്നതാണ് ഈ 2 ആയത്തുകൾ പാരായണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. തഖബ്ബലല്ലാഹ് സ്വദഖല്ലാഹു മൗലാനൽ അലീം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹദാനിയത്ത്, അതായത് ഒരാൾക്ക് ദീനിലേക്ക് കയറി വരണമെങ്കിൽ അവർ പറയൽ നിർബന്ധമാണ്. മുസ്ലിം ആകണമെങ്കിൽ, അല്ലാഹുവിനനുസരിച്ചവരാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തുൽ ഉലിയ ഷഹാദത്തിലൂടെ പറയണം. അതാണ് നമ്മുടെ അടിത്തറ. ജീവിതത്തിലും നമ്മുടെ മരണത്തിലും അതാണ്. മരിക്കാൻ നേരത്ത് ഒരാൾ ഒറ്റവട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ അതേവരെ കഴിഞ്ഞുപോയ, അയാൾ 100 കൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ 100 കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിന്റെ അവകാശിയായിട്ട് മാറാൻ ആ ഒറ്റ വാക്ക് മതി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മരിക്കുമ്പോൾ പറയാൻ എളുപ്പം കിട്ടാനുള്ള മാർഗം എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം പറയലാണ്.
അതിൻ്റെ ഒരു അവസരം കൂടെയാണ് നമ്മുടെ അവസരം. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാവുകളിൽ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലണമെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രഗൽഭമായ ദിക്റാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാം. ഫഅലമന്നഹു അഫ്ളലൽ ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 തഖബ്ബലല്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ, 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്ക് ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ വീട് അല്ലാഹു നിർമ്മിക്കും. 10 സൂറത്തുൽ ഇഖ്ലാസ്. അടുത്ത 10നോ അടുത്ത സ്വർഗ്ഗത്തിൽ കൊട്ടാരം വീട് അല്ലാഹു സെറ്റപ്പ് ചെയ്യും നോർമൽ ദിവസങ്ങളിൽ. അപ്പോൾ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. അപ്പോൾ ഈ രാവിലെ ഓതിയാലോ ഈ പകലിൽ ഓതിയാലോ എത്ര പുരുഷൻ ഉണ്ടാവും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ബറക്കത്തിന് വേണ്ടി ഓതുകയാണ്. എല്ലാവരും അതിൽ തെറ്റുകൂടാതെ പങ്കാളിയാവുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن العظيم. آمين يا رب العالمين. الحمد لله. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന് നമ്മളെ വിശ്വാസികളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ച ആളാരാ? വാങ്കുവിളിച്ച ആള് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു മിഅ്റാജിന്റെ രാവിൽ. അപ്പോൾ ആകാശ ലോകത്ത് വെച്ച് അവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇബ്രാഹിം നബി പുണ്യ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇത് തങ്ങളുടെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കിൻ, അതവർ ചൊല്ലട്ടെ. ആ പരിശുദ്ധമായ തസ്ബീഹ കൊണ്ട് തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം, ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും. 100 ചൊല്ലിയാൽ 100 വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവെ നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ്, വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഈ തസ്ബീഹ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത് ഹജ്ജിന്റെ കൂലി കിട്ടും. അത്ര കിടക്കാൻ നേരത്ത് ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിന്റെ ഉംറയുടെയും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ വാക്ക് ഈ 4 വാക്കാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും, പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറുക. അല്ലാഹുവേ, എത്ര രോഗങ്ങളാണ് ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത്. ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിന്റെ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ. ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ്. ഒരുപാട് പോരിശയുണ്ട്. ആ ഒരു തസ്ബീഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് ശിഖർ റളിയല്ലാഹു തആല അൻഹു എഴുതി വച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ഷർറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻ കാന മിൻക ലീകാ തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا تقبل الله അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളാണ്. എമ്പാടും പോരിശേറിയ സ്വലാത്ത്, ഒരുപാട് നിഅമത്തുകൾ നമുക്ക് കിട്ടാൻ പോകുന്ന, ഖൈർ കിട്ടാൻ പോകുന്ന, ചൊല്ലുന്നവർക്കും കുടുംബത്തിലും ഐശ്വര്യം ബർക്കത്തുണ്ടാകാൻ പോകുന്ന സ്വലാത്തുകളാണ്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന, വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മളെവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്.
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهله تقبل الله آمين يا رب العالمين. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം. ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നിയ്യത്ത്? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, കൂട്ടുകുടുംബാദികൾ, മക്കൾ, അയൽവാസികൾ, പിന്നെ നമുക്ക് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവരെല്ലാം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്. അവരെ കൂടെ നമ്മൾ നിയ്യത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക, ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടി ചൊല്ലിയതുമെല്ലാം നീ കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കാരണവന്മാർ, ഉസ്താദുമാര്, റബ്ബേ ഞങ്ങൾക്ക് പരിചയമുള്ളവരില്ലാത്തവര്, അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവര് എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങള്, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ പ്രയാസങ്ങള്, കടങ്ങള്, മക്കളില്ലാത്ത, വീടില്ലാത്ത, ജോലിയില്ലാത്ത, കഷ്ടപ്പെടുന്ന, കുടുംബത്തിൽ പ്രയാസങ്ങളുള്ള റബ്ബേ, പല നിലക്കും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവര്, അല്ലാഹുവേ എല്ലാത്തിനും സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും അവരെ ഒരു നിലക്കും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അപകടങ്ങളും അപകട മരണങ്ങളും മാരകமான രോഗങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. പടച്ചവനെ, മുടങ്ങാതെ ഞങ്ങൾ ക്ലാസ് കേൾക്കുന്നവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, റബ്ബേ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നവര് മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. നീ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടം ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ദിക്റുകളും നന്മകളും സ്വലാത്തുകളും ഖുർആനോത്തുകളുമാണല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ അമലുകളും അതിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. പടച്ചവനെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.